everyone, welcome to Fine Tune Your Language Skills. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒത്തിരി പേരുടെ ആഗ്രഹമാണ് അല്ലേ? അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് ഇംഗ്ലീഷ് ഭാഷ മാത്രമല്ല കേട്ടോ, ഏതൊരു ഭാഷ നിങ്ങൾ പഠിക്കാനോ ഇംപ്രൂവ് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ടിപ്സ് എല്ലാം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ടെക്നിക് ഓഫ് ഇമ്മേർഷൻ ആണ്. എന്താണ് ഈ ടെക്നിക് ഓഫ് ഇമ്മേർഷൻ അഥവാ ഇമ്മേഴ്സീവ് ടെക്നിക് എന്ന് പറയുന്നത്? നമ്മളൊരു ഭാഷ പഠിക്കാനോ ഇംപ്രൂവ് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നത്ര ആ ഒരു ഭാഷയായിട്ട് എക്സ്പോസ്ഡ് ആകുവാൻ ശ്രമിക്കുക. എക്സ്പോസ് യുവർ സെൽഫ് ടു ദറ്റ് ലാംഗ്വേജ് ആസ് മച്ച് ആസ് പോസിബിൾ. അപ്പോൾ ഹൗ കെൻ യു ക്രിയേറ്റ് ദിസ് ഇമ്മേഴ്സീവ് എൻവയൺമെന്റ്? അതിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ആദ്യം തന്നെ വാച്ച് കോണ്ടന്റ്സ് ഇൻ ഇംഗ്ലീഷ്. കാലത്ത് ഒരുപാട് വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ് അല്ലേ? നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഏത് വീഡിയോസ് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മുതലെടുത്തുകൊണ്ട് നമ്മുടെ അഭിരുചിക്കനുസരിച്ചുള്ള വീഡിയോസ് കാണുക. നേരത്തെ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊക്കെ, ഒരു 10-12 ഇയേഴ്സ് ബാക്ക് ഒക്കെ സാധാരണയായി സ്റ്റുഡൻസിനോട് പറയുമായിരുന്നു, യു ഷുഡ് വാച്ച് BBC ചാനൽ, CNN, NDTV എന്നൊക്കെ പറയുമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് അതൊക്കെയായിരുന്നു അവൈലബിൾ ആയിട്ടുള്ള, ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതായിരുന്നു. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് അല്ലെ, അത് എത്ര പേർക്ക് കുറേ സമയം ന്യൂസ് ചാനൽ കാണാൻ സാധിക്കും? അപ്പോൾ അവിടെ ഒരു ബോറിംഗ് ഫാക്ടർ വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് അതല്ല അല്ലേ? നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കുക്കിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസ് കാണാം. ബ്യൂട്ടിയിലോ ഫാഷനിലോ ഫിറ്റ്നസ്സിലോ ഗാർഡനിങ്ങിലോ എന്തിലോ ആയിക്കോട്ടെ, നിങ്ങൾ അതനുസരിച്ചുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക. പക്ഷേ കാണുമ്പോൾ അത് ഇംഗ്ലീഷിൽ കാണുക. അപ്പോൾ വാച്ച് കോണ്ടന്റ്സ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ സാധിക്കുന്നത്. രണ്ടാമതായി ഞാൻ റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾ കാർട്ടൂൺസ് കാണുക എന്നുള്ളത്. കാർട്ടൂൺസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലെ ലാംഗ്വേജ് വളരെ സിമ്പിൾ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും അല്ലെ, ഏത് കാർട്ടൂണാണ് ഞാൻ കാണേണ്ടത് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി എനിക്ക് കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ട്. പൊതുവെ സ്റ്റുഡൻസിനോട് ഞങ്ങൾ പറയുന്ന ഒരു ഫ്യൂ റെക്കമെൻഡഡ് കാർട്ടൂൺസ് ഉണ്ട്. അതിലെ ഒരു കാർട്ടൂണാണ് പെപ്പ പിഗ് എന്ന് പറയുന്ന കാർട്ടൂൺ. രണ്ടാമതായി ബെൻ ആൻഡ് ഹോളി, ദെൻ മാഷ ആൻഡ് ബെയർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കാർട്ടൂൺ, ഐ പേഴ്സണലി ലവ് പെപ്പ പിഗ് ആൻഡ് ബെൻ ആൻഡ് ഹോളി. അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കി, ഒരു 5 minutes ഒന്ന് കണ്ടു നോക്കി അതിലെ ലാംഗ്വേജ് ഒന്ന് കേട്ട് നോക്കുക. മൂന്നാമതായി ഞാൻ പറയും, നിങ്ങൾ വെബ് സീരീസ് കാണുക. വെബ് സീരീസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഒത്തിരി വെബ് സീരീസ് ഇന്ന് അവൈലബിൾ ആണ്. ഐ ഹാവ് എ ഫ്യൂ റെക്കമെൻഡേഷൻസ് ഫോർ യു, ലൈക്ക് ഹാരി പോട്ടർ, ദ വേഴ്സ്റ്റ് വിച്ച്, ഫ്രണ്ട്സ് എന്ന് പറയുന്ന വെബ് സീരീസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഒരു വെബ് സീരീസും ഇന്നേ വരെ കാണാത്ത ആളുകൾക്ക് വേണ്ടിയാണ് കേട്ടോ ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ പറയുന്നത്. നിങ്ങൾ ഒന്ന് കണ്ട് ആ ഒരു ഫ്ലോയിലേക്ക് വരാൻ വേണ്ടിയാണ്. അപ്പോൾ സാധാരണയായി നമ്മുടെ അടുത്ത് വരുന്നത് 2 കാറ്റഗറിയിൽപ്പെട്ട സ്റ്റുഡൻസ് ആണ്. ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞും പഠിക്കണം എന്നൊക്കെ പറഞ്ഞു വരുന്നത് 2 കാറ്റഗറിയിൽപ്പെട്ട സ്റ്റുഡൻസ് ആണ്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അവരുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ലെവൽ വളരെ ലോ ആയിരിക്കും. അവർക്ക് ഒരു മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വായിക്കാൻ പറഞ്ഞാൽ വായിക്കാൻ ബുദ്ധിമുട്ട് കാണും. ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ അധികം മനസ്സിലാകാതിരിക്കുക. എന്തെങ്കിലും ഒരു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എഴുതാൻ ബുദ്ധിമുട്ട് കാണും, സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണും. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ, ഒരു കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യാൻ അവർക്ക് അപ്രോപ്രിയേറ്റ് വേർഡ്സ് കിട്ടാതിരിക്കുക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്റ്റുഡൻസ് ആണ് ഫസ്റ്റ് കാറ്റഗറിയിലുള്ളത്. രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവരുടെ റീഡിംഗ് ഒക്കെ അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല, വായിക്കാനൊക്കെ നന്നായി അറിയാൻ സാധിക്കും. ഇംഗ്ലീഷ് കേട്ടാൽ അവർക്ക് മനസ്സിലാകും.
ഒരു ടോപ്പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എഴുതാൻ സാധിക്കും. പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അവർക്കും ബുദ്ധിമുട്ട് കാണും. ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നവർക്ക് അറിയില്ല. അല്ലെങ്കിൽ വേറെ പല ഫാക്ടേഴ്സ് ആയിരിക്കാം. അവർക്ക് തെറ്റ് സംഭവിക്കുമോ, അവരുടെ സംസാരത്തിൽ തെറ്റുകൾ വരുമോ, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ കരുതി സംസാരിക്കാതെ ഇരിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ രണ്ട് വിഭാഗം സ്റ്റുഡൻസിനും, ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റുഡൻസിനും ഇമ്മേഴ്സീവ് ടെക്നീക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറിയിലെ സ്റ്റുഡൻസ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എപ്പോഴും സബ് ടൈറ്റിൽസ് ഓൺ ചെയ്ത് വെച്ച് കാണാൻ ശ്രമിക്കുക. പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, ഒന്നാമത് തന്നെ നമ്മൾ ഒറ്റക്കാണല്ലോ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പതുക്കെ പതുക്കെ ആണ് നമ്മൾക്ക് ഈ ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാറ്റഗറിയിലെ സ്റ്റുഡൻസ് സബ് ടൈറ്റിൽസ് ഒക്കെ അവർക്ക് കേട്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സബ് ടൈറ്റിൽസ് ഓൺ ചെയ്ത് കാണണമെന്നില്ല. അവർക്ക് കേട്ടാൽ മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഗെറ്റ് എക്സ്പോസ് ടു ദാറ്റ് ലാംഗ്വേജ്. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് അങ്ങനെ ഇംഗ്ലീഷിൽ എപ്പോഴും കാര്യങ്ങളെല്ലാം കാണുക, കേൾക്കുക എന്ന് പറയുന്നത് അത്ര താല്പര്യമുള്ള വിഷയമായിരിക്കില്ല. ബട്ട് സ്റ്റിൽ നമുക്കൊരു കാര്യം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇമ്മേഴ്സീവ് ടെക്നീക്കാണ്. ഇനി രണ്ടാമത്തെ ടിപ്പാണ് ടെക്നിക് ഓഫ് ഇമിറ്റേഷൻ. അപ്പൊ ടെക്നിക് ഓഫ് ഇമേഴ്ഷന്റെ ഭാഗമായി നമ്മൾ ഒരുപാട് വീഡിയോസ് എല്ലാം കണ്ടു അല്ലെ, ഒരുപാട് കോൺവെർസേഷൻസ് എല്ലാം കേട്ടു. ഇനി പ്രാക്ടിക്കൽ ആയിട്ട് ഭാഷ ഉപയോഗിക്കേണ്ട സമയമാണ്. സോ ടെക്നിക് ഓഫ് ഇമിറ്റേഷൻ എന്താണ്? ഈ ടെക്നിക് ഓഫ് ഇമിറ്റേഷൻ, ഇമിറ്റേഷൻ ഇസ് നത്തിങ് ബട്ട് അനുകരണം എന്ന് പറയുന്നതാണ് ടെക്നിക് ഓഫ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സംശയിച്ചേക്കാം അല്ലെ, ഇസ് ദാറ്റ് എഫക്റ്റീവ്? ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എഫക്റ്റീവ്. ഇറ്റ്സ് എ പ്രൂവൻ ടെക്നിക്. നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നോക്കിയാൽ മതിയല്ലോ. എങ്ങനെയാ നമ്മുടെ കുഞ്ഞു വാവകളൊക്കെ ഭാഷകൾ പഠിക്കുന്നത്? അവർക്ക് ചുറ്റുമുള്ള മുതിർന്ന ആളുകൾ സംസാരിക്കുന്നത് അനുകരിച്ചാണ് നമ്മുടെ കുഞ്ഞു വാവകളൊക്കെ ഭാഷ പഠിക്കുന്നത് അല്ലെ. അപ്പൊ സെയിം തിയറിയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത്. ഈ ടെക്നിക് ഓഫ് ഇമിറ്റേഷൻ എങ്ങനെ നമുക്ക് എഫക്റ്റീവ്ലി അപ്ലൈ ചെയ്യാം? ഇമേഴ്ഷന്റെ സമയത്ത് നമ്മൾ ഉപയോഗിച്ച അതേ വീഡിയോസ് തന്നെ നമുക്ക് ഇവിടെയും ഉപയോഗിക്കാം. ഒരു വീഡിയോ ഓൺ ചെയ്ത് വെച്ച് അതിന്റെ സബ് ടൈറ്റിലും ഓൺ ചെയ്ത് വെച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആ പറയുന്ന ഡയലോഗ് ഡെലിവറിയുടെ ഒപ്പം തന്നെ നമ്മൾക്ക് അവർ പറയുന്ന അതേ രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കാം. അതിനുശേഷം വീഡിയോ ഓഫ് ചെയ്ത് ആ ഒരു ഡയലോഗ് നമ്മുടെ മെമ്മറിയിലുണ്ടെങ്കിൽ നമുക്കതൊന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് നോക്കാം. നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ അത്. അപ്പോൾ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ച് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് ആ കോൺവെർസേഷൻ നമ്മൾ തന്നെ ഒന്ന് കേൾക്കുക. അതിനുശേഷം ഒന്ന് കമ്പയർ ചെയ്യുക. എങ്ങനെയായിരുന്നു, നമ്മൾ കേട്ട വീഡിയോന്റെ പോലെയൊക്കെ അടുത്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതിനുശേഷം കറക്ഷൻ നടത്തുക. എന്തെങ്കിലും കറക്ഷൻ നമ്മൾക്ക് തോന്നുകയാണ്, അയ്യോ ഇത് ശരിയായില്ലല്ലോ, ഇവിടെ കുറച്ചും കൂടെ എൻ്റെ പ്രൊനൗൺസിയേഷൻ ഒന്നും കൂടെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാമല്ലോ, ഇങ്ങനെയല്ലല്ലോ ഈ വാക്ക് പ്രൊനൗൺസ് ചെയ്തത് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് തന്നെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാം. സോ റെക്കോർഡ്, ലിസൺ, കമ്പയർ ആൻഡ് കറക്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇമിറ്റേഷൻ ടെക്നിക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ടെക്നിക് ഓഫ് ഇമിറ്റേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വേറൊരു മെത്തേഡാണ് മ്യൂസിക് വഴി. അതായത് നമ്മൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇംഗ്ലീഷ് സോങ്ങിൻ്റെ ലിറിക്സ് എടുക്കുക, ഗൂഗിൾ വഴി അതിൻ്റെ ലിറിക്സ് എടുക്കുക, ആ പാട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളും അതിൻ്റെ ഒപ്പം പാടാൻ ശ്രമിക്കുക. പാട്ട് പാടുന്ന സമയത്ത് അതിൻ്റെ ശ്രുതിയിലോട്ടൊന്നും നമ്മൾ വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും പാട്ട് പാടാനുള്ള ആ ഒരു കഴിവ് കാണില്ലല്ലോ. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭാഷ പഠിക്കുക എന്നുള്ളതാണ്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു മ്യൂസിക് വഴി ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. എൻ്റെ സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ സാധിക്കും ഞാൻ ഈ ഒരു മെത്തേഡ് സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത്. വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് ഓഫ് ഇമിറ്റേഷൻ സ്പെഷ്യലി ത്രൂ മ്യൂസിക് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം നിങ്ങളും ആ ഒരു മെത്തേഡൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഷുവറായിട്ടും നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് ട്രെമെൻഡസ്ലി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ്. കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഗ്രാമാറ്റിക്കൽ റൂൾസ് എല്ലാം പഠിച്ചു പോകും. നമ്മുടെ പ്രൊനൗൺസിയേഷൻ വളരെ ഡ്രാസ്റ്റിക്കലി ഇംപ്രൂവ് ആകും. അതിനെല്ലാം വളരെയധികം സഹായിക്കുന്ന എല്ലാ രീതികളിലും എല്ലാ ഏരിയാസ് ഓഫ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു
മെത്തേഡാണ് ഈ ഒരു ടെക്നീക്ക് ഓഫ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള പ്രാക്ടീസിനെ കുറിച്ചാണ്. പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾക്ക് ഒരിക്കലും ഓവർലുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരു ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ അത് ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു ഭാഷയിൽ പ്രൊഫഷൻസി നേടുന്നത്. നമ്മൾ ഏത് കാറ്റഗറിയിൽ പെട്ട സ്റ്റുഡൻറ്റും ആയിക്കോട്ടെ, നമ്മുടെ ബേസിക് ലെവൽ ആയിക്കോട്ടെ, ഇന്റർമീഡിയറ്റ് ലെവൽ ആയിക്കോട്ടെ, അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. അപ്പൊ സ്വന്തമായിട്ട് നമ്മൾക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ വിഷയം എന്ന് പറയുന്നത്. പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാ ദിവസവും 10 മിനിറ്റ് നേരം മാറ്റിവെക്കാം. ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഒരു എലോൺ ടൈം നമുക്ക് കിട്ടാത്ത അവസരങ്ങൾ ഉണ്ടാകും. എന്നാൽ പോലും നമ്മൾ യാത്രകളിലോ കൂട്ടമായിട്ട് നമ്മൾ എല്ലാവരുടെയും കൂടെ മുറിയിലിരിക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ആലോചിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം? നമുക്ക് പല പല വിഷയങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് സംസാരിക്കാവുന്നതാണ്. നമ്മൾ നമ്മളോട് തന്നെയല്ലേ സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു നാണക്കേടോ മിസ്റ്റേക്സ് വരുമോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ സ്പീക്കിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് തലേ ദിവസത്തെ ഹാപ്പനിങ്സിനെ കുറിച്ച് ആലോചിക്കാം. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഉച്ചക്കാണെങ്കിൽ ഇന്ന് രാവിലെ തുടങ്ങിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ആലോചിച്ച് ഒരു കോൺവെർസേഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, though I slept very late yesterday, I somehow managed to wake up at 6 in the morning. I think I'm very excited about my first video. എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ആ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്ത് പോകാം. അപ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം ആലോചിക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്മേനെ കുറിച്ച് ആലോചിക്കാം. ചിലപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യമായിരിക്കും ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അയ്യോ അത് ചെയ്തില്ലല്ലോ എന്നായിരിക്കും ആലോചിക്കുന്നത്. അത് എല്ലാം നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് സംസാരിക്കാം. അത് പറയുമ്പോൾ ഒരു 10 മിനിറ്റത്തെ സമയമല്ലേ, നമ്മളൊരു മുറി അടച്ചിട്ട് പറ്റുമ്പോഴെല്ലാം നമ്മളൊരു മുറി അടച്ചിട്ട് കുറച്ച് ഉറക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒറ്റയ്ക്കൊരു സമയം കിട്ടുന്നില്ലെങ്കിൽ നമ്മളൊരു യാത്രയുടെ സമയത്തോ, നമ്മുടെ ബസ് യാത്രയുടെ സമയത്തോ, ട്രെയിൻ യാത്രയുടെ സമയത്തോ, നമ്മൾ ഒറ്റയ്ക്കുള്ള യാത്രകളുടെ സമയത്തോ, നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ ഇരിക്കുന്ന സമയത്തോ എല്ലാം നമുക്ക് നമ്മുടെ മനസ്സിൽ ഈ ഒരു കോൺവെർസേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് നമ്മുടെ മുറിയുടെ ചുറ്റും ഒന്ന് നോക്കുക. അപ്പോഴായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇവിടെ ഫ്രണ്ടിൽ കേർട്ടൻ കാണാം, ഒരു അലമാരി ഇരിക്കുന്നത് കാണാം. ഞാനിപ്പോൾ ആ ഒരു കേർട്ടനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാണ് എൻ്റെ മനസ്സിൽ. ആ അലമാരിയെ കുറിച്ച് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഈ അലമാരി എന്തിനൊക്കെ ഇതിന് ഉപയോഗിക്കുന്നത്, ഈ അലമാരി എന്ത് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ പല പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഞാനൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാണ്. 10 മിനിറ്റത്തെ ഒരു ഹോംവർക്കാണിത്, 10 മിനിറ്റത്തെ ഒരു എക്സസൈസ് ആണിത്. പക്ഷെ നമ്മളൊരു എഫേർട്ട് എടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്, ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുകയാണ്. പതുക്കെ പതുക്കെ നമ്മൾക്ക് സംസാരിക്കേണ്ട ആ ഒരു നാക്ക് വരികയാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, പ്രൊനൗൺസിയേഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളൊരു വേഗ് ഐഡിയ നമ്മുടെ വീഡിയോസിൽ വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഇമേർഷൻ്റെ സമയത്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കലായിട്ട് നമ്മളുടെ ഇമിറ്റേഷൻ്റെ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു പ്രാക്ടീസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് വഴി നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ലാംഗ്വേജിൽ വരുത്താൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ പ്രയോഗിച്ച് നോക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അത് വലിയ ഒരു ഡിഫറൻസ് നിങ്ങളുടെ ലാംഗ്വേജിൽ കൊണ്ടുവരാൻ സാധിക്കും. സോ ഇമ്മേഴ്സ്, imitate and practice. So thank you so much for your patient listening. Happy learning everyone. See you all in another video. Thank you so much.